ഇപ്പോൾ കുട്ടമ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വരികയാണ്. വനത്തിനുള്ളിൽ ഒരു രാത്രി മുഴുവൻ കുടുങ്ങി കഴിയേണ്ടി വന്ന അവർ പുറം ലോകത്തേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ആന ചുറ്റുണ്ടായിരുന്നു. ഞങ്ങൾ പശുവിനെ നോക്കി പോയതാണ്. ആനേനെ കണ്ട് മാറിയതാ. സ്ഥിരം പോണ വഴിയായിരുന്നു, വഴി തെറ്റിപ്പോയോ? അല്ല, ഞങ്ങൾ സ്ഥിരം പോണ വഴിയൊക്കെ അറിയായിരുന്നു. പക്ഷെ ചേച്ചിക്ക് വഴി ആനേനെ കണ്ടപ്പോ മാറി നടന്നതാ. അപ്പൊ വഴി മാറിപ്പോയി. നിങ്ങൾക്ക് ചേച്ചിയുടെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കുമായിരുന്നു? ചേച്ചിയുടെ കൂടെ തന്നെയായിരുന്നു. രാത്രി മൊത്തം പാർക്കറ്റിന്റെ മേളിലായിരുന്നു? ആണോ? ആന താഴെ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ആന ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു? ആന ഉണ്ടായിരുന്നു. ആന ഒടിക്കലും ബഹളം ഒച്ചപ്പാടുമായിരുന്നു. ഇപ്പൊ അത്ര അകത്തേക്ക് പോയില്ലേ? ഒത്തിരി അകത്തേക്ക് പോയി. ഈ പശുക്കൾ വന്ന വിവരം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? തിരിച്ചു വന്ന വിവരം കൊച്ചു വിളിച്ചു പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വരികയായിരുന്നു? ഞങ്ങൾക്ക് തിരിച്ചു പോരാൻ പറ്റാതെ വന്നു. ആന കാരണം, ആന വഴിക്ക് നിൽക്കണ അകത്തേക്ക് പോയി നിന്നു. അവിടെ നിന്നു. രാത്രി മൊത്തം അവിടെ തന്നെയായിരുന്നു? രാത്രി എവിടെയായിരുന്നു? പാറയുടെ മേലെ തന്നെ ഇരുന്നു അല്ലേ? ഇവര് എപ്പോഴാ കണ്ടത്? ഇവര് രാവിലെ നിങ്ങൾ വരുമായിരുന്നു? ഞങ്ങള് വരുമായിരുന്നു, അവര് അങ്ങോട്ട് കയറി വരുമായിരുന്നു. ആശുപത്രി പോകേണ്ടതിനോ കുഴപ്പമൊന്നുമില്ല. ചേച്ചി പേര് രണ്ടാമത്തെ ആളെയാണ്. എന്റെ പേര് ഡാർലി. ചേച്ചിയെ പേടിയുണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നു. രാത്രി എവിടെയായിരുന്നു? രാത്രി ഒരു പാറയുടെ മുകളിലായിരുന്നു. മതിയായ ആനയുണ്ടായിരുന്നു ചേച്ചി? ചേച്ചി ഇന്നലെ എന്നെ പറ്റിയതാ? ഇന്നലെ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോയിട്ട് ആനെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റാതിരുന്നാണോ? എന്താ സംഭവിച്ചത്? ഞങ്ങള് ആന ഓടിച്ചു. ആന ഓടിച്ചോ? ഓടിച്ചു വട്ടം നിൽക്കുവായിരുന്നു. ഇന്നലെ രാത്രി മൊത്തം അവിടെ ഇവര് നമ്മളെല്ലായിടത്തും സംസാരിക്കുന്നതിന് ഒരു ഇതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ലതേ നാട്ടുകാരാ. ഹാൻസ് തുടരുന്നുണ്ട്. ഹാൻസ്, 3 പേരും സുരക്ഷിതരായി പുറത്തേക്ക് എത്തിയിട്ടുണ്ടോ? ആനയെ കണ്ടപ്പോൾ വഴിമാറി നടന്നത് എന്നാണ് ഇപ്പോൾ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അടുത്ത ആളുടെ പ്രതികരണം. പശു വീട്ടില് മുമ്പെത്തി. ഞങ്ങള് ആ ചെക്കിടാൻ വരെ തെറ്റുകൂടാതെ വഴി തെറ്റാതെ വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകണ്ട, ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു പോയി. എല്ലാം വഴിച്ചാലാണല്ലോ, ആന വഴി ഇങ്ങനെ തെളിച്ചിട്ടേക്കുവാണല്ലോ. അപ്പൊ മുമ്പോട്ട് കിടക്കണ്ട, ഞങ്ങൾ പുറകോട്ടായിപ്പോയി. അതാണ് ഞങ്ങൾ ആ വഴി തെറ്റിപ്പോയി. അങ്ങനെ സംഭവിച്ചതാ. അല്ലെങ്കിൽ കാടൊക്കെ നല്ല പരിചയമുള്ള ആളാ എനിക്ക്. ഉറങ്ങിയിട്ടില്ല, ഒരുപോളെ കണ്ണുറങ്ങിയിട്ടില്ല. ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു വലിയ വിരിച്ച മാറിയായിരുന്നു, ഒരു പെരയുടെ അത്രയുണ്ട്. അപ്പൊ എവിടെ നിന്ന് ആന വന്നാലും ഞങ്ങൾ പിടിക്കില്ല. അഥവാ അത് കൈനട കുത്തി കയറിയാലും തുമ്പി കൈ കൊണ്ട് പിടിക്കാൻ വന്നാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കൂരി ഇട്ടായിരുന്നു. തപ്പി നോക്കണം, നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ കാണണേ, അതുപോലെ ഇരുട്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഒരു 2 മണി വരെ ആന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വാസന കിട്ടിയിട്ടാന്ന് തോന്നണം ആന ചുറ്റുപുറം ഉണ്ടായിരുന്നു. ഇല്ല, ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല. ഉച്ചയായപ്പോ പോയതാ. വഴിതെറ്റി ഞങ്ങൾ നടന്ന് ഈ കല്ലിന്റെ ചോട്ട് ചെന്നപ്പോഴേക്കും മണി 6 ആവാൻ പോവാ. പിന്നെ ഇരുട്ടല്ലേ. പോവാ വനത്തിലേക്ക് പോയി. ഞങ്ങള് പ്ലാന്റേഷൻ കവിഞ്ഞു പോയി. ഇപ്പൊ നടക്കാൻ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഭയങ്കര വിയർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഈ ഷുഗർ താണതിന്റെ ഒരു ഇതായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കരുതലൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് വരാൻ വേണ്ടി പോയതല്ലേ, അങ്ങനെ ഒരു കരുതലോടുകൂടി അല്ല പോയത്. ഞങ്ങള് ചെല്ലുമ്പോ ഞങ്ങള് രാത്രി അവിടെ 2 മണിയോട് ഞങ്ങളിവിടെ ലൊക്കേഷനിൽ അവിടെ എത്തി. അപ്പൊ ഇവരവിടെ ഉണ്ട്. ഞങ്ങളിൽ നിന്ന് ഒരു 100-200 മീറ്ററിന്റെ മുകളിൽ ഇവരുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവരെ വിളിക്കുന്നുണ്ട്, പാറു ചേച്ചി, മായ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇവർ കേൾക്കുന്നുണ്ട്. ഇവർ കേട്ടിട്ട് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ നായാട്ടാരാണ് ഇവർക്ക് ഉപദ്രവം ഉണ്ടാവുന്നവർക്ക് ഇവരത് മൈൻഡ് ചെയ്തില്ല. ഇവർ ചോദിച്ചപ്പോഴാണ് പറയുന്നത്. അല്ല, അതിന്റെ വെട്ടം വന്നപ്പോഴാണ് പിന്നെ അവര് കുഴപ്പമില്ല, അവർക്ക് സ്ഥലമൊക്കെ ക്ലിയർ ആയപ്പോ ഇവരിങ്ങോട്ട് പോകുന്നു. ഞങ്ങളൊരു 10-30 ഫയർഫോഴ്സിന്റെ ജീവനക്കാരുണ്ടായി, ഫോറസ്റ്റിന്റെ ജീവനക്കാരൊക്കെ ഉണ്ടായി. തൊട്ടടുത്ത് തന്നെ. അവിടെ ഫുള്ള് ഒരു ചെറിയൊരു ലൈറ്റൊക്കെ ഇട്ട് അവർക്ക് നല്ല കാണാവുന്ന രീതിയിൽ ഒരു കത്തിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ ഇവർ കാണുന്നുണ്ട്. ഞങ്ങൾ കൂവുന്നത് കേൾക്കുന്നുണ്ട്. ഞങ്ങളൊരു ഗുണ്ടൊക്കെ പൊട്ടിച്ചു, അതൊക്കെ വ്യക്തമായിട്ട് ഇവർ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവർ പറയാമെന്ന് വെച്ചാൽ ഇവർക്കൊരു ഭയം ഉണ്ടായി, ആരാണ് കാടിന്റെ അകത്താലോ. അപ്പൊ അങ്ങനെ ഒരു പേടി കൊണ്ട് ഇവർ അതിനെ പ്രതികരിച്ചില്ല. ഇപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ അറിയുന്നത്. തൊട്ടടുത്ത് ഞങ്ങളവിടെ ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഏകദേശം ഇവർ പറഞ്ഞ അനുസരിച്ച് ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു കുഴി പോലെ സ്ഥലമുണ്ട്. അവിടെയാണെന്ന് പറഞ്ഞത്. ആ റേഡിയസിൽ ഞങ്ങൾ ഒരു 1/2 കിലോമീറ്റർ റേഡിയസിൽ ഇങ്ങനെ
ഇങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഒരു പാറയുടെ അവിടെ, സാധാരണ ഇങ്ങനെ പോകുന്നവരൊക്കെ ഒരു പാറയുടെ അവിടെ ലൊക്കേറ്റ് ചെയ്താണ് ഇരിക്കാറ്. അത് പ്രകാരം ഞങ്ങൾ ഇവരെയും ആ ഭാഗത്തുണ്ടാവും എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് നിന്നു. ഇവർ കൂവുന്നു, ഇവർ പക്ഷേ പ്രതികരിക്കുന്നില്ല ഈ കാരണം കൊണ്ട് മാത്രം. ഞങ്ങൾ ആനയുടെ ഇടയ്ക്ക് ഞങ്ങൾ ഈ പോണ വഴിക്ക് ഒരു 5-6 ആനത്താര ഞങ്ങൾ കഴിഞ്ഞാൽ പോയ ഗുണ്ട് പൊട്ടിച്ച് ഞങ്ങൾ മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി അങ്ങോട്ടും മാറിയേക്ക് നിന്നാണ് ഞങ്ങൾ പോയത്. ഇവര് നല്ല പരിചയം. മറ്റേ നമ്മുടെ പാറു ചേച്ചിനെ സംബന്ധിച്ച്, പാറു ചേച്ചി ഇവിടെ തന്നെ ജനിച്ച ആളാ, ഈ വഴികളെല്ലാം അറിയാവുന്ന ആളാ. അപ്പോൾ ആളാണ് ലീഡ് ചെയ്ത്, ആരുടെ അടുത്തും മിണ്ടണ്ട, ഇത് ആരാന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാറു ചേച്ചി പറഞ്ഞുകൊണ്ടാണ് മിണ്ടായിരുന്നത്. ഏകദേശം 6 കിലോമീറ്റർ 6 കിലോമീറ്റർ ഓടി വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളൊരു വലിയ മരമായിരുന്നു. ആ മരത്തിന് മറിഞ്ഞ് ഞങ്ങൾ 3 പേരും മിണ്ടരുന്ന് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു മിണ്ടരുന്ന്. എന്നിട്ട് ആന പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നെ. അവർക്ക് അത് ഞങ്ങൾ 3 പേരും ഇച്ചിരി പേടിച്ചു കേട്ടോ, ഉള്ളത് പറയണല്ലോ. അന്നേരം ഒന്നും നടങ്ങി, അല്ലാതെ പിന്നെ കാര്യമായിട്ട് പേടിച്ചില്ല. വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പൊ വീട്ടിൽ എന്താ പ്രതികരണം ഒന്നും അറിയില്ലല്ലോ, ആരൊക്കെ എന്തൊക്കെയാ ഒന്നും അറിയില്ലല്ലോ. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ആശ്വാസമായി. വെള്ളം കുടിക്കാൻ കിട്ടിയില്ല, പിന്നെ ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു, പിന്നെ നമുക്ക് തുണികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഒരു ചെറിയ തോർത്ത് മാത്രം, നല്ല തണുപ്പും. പിന്നെ തണുപ്പായാലും ഞങ്ങൾ അതിനെ വകവച്ചില്ല. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമല്ലോ, എങ്ങനെയെങ്കിലും വീടെത്തണമല്ലോ എന്നുള്ള ഒറ്റ ചിന്തയാ. പിന്നെ വീട്ടിലിരിക്കണവർക്ക് എന്തായിരിക്കും വിഷമം പ്രയാസം, അവരിന്റെ നൊലോളി ഉണ്ടാക്കുവോ വെള്ളം ഉണ്ടാക്കുവോ. എന്തായാലും വാക്കുകളിൽ നിന്നുള്ള നമുക്ക് വ്യക്തമാണ്. മൂന്നുപേരും സുരക്ഷിതരായി എത്തിയിരിക്കുകയാണ്. ഹാൻസ് തുടരുന്നുണ്ട്. ഹാൻസ് 3 പേരോടും സംസാരിക്കുമ്പോൾ 3 പേരും വളരെ ധൈര്യശാലികളാണ്, വളരെ ബോൾഡായിട്ടുള്ള ആളുകളാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ ആ പാറുക്കുട്ടി എന്ന് പറയുന്ന ചേച്ചിയാണ് എല്ലാവരെയും മറ്റു 2 പേരെയും കൂടി നിയന്ത്രിച്ചത് എന്നാണ് മനസ്സിലാവുന്നത്. ധൈര്യം സംഭരിച്ച് തന്നെ കാട്ടിയിരിക്കുന്ന ഒരു രാത്രി മുഴുവൻ തൊട്ടടുത്ത് തന്നെ ഇന്നലെ ഉച്ചയോടെയാണ് 3 പേരെയും കാണാതാകുന്നത്. മായ, പാറുക്കുട്ടി, ഡാർലി, ഇവരെ 3 പേരെയും ഇപ്പോൾ വനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് എത്തിക്കുകയാണ്. സുരക്ഷിതരായി 3 പേരും വനത്തിന് പുറത്തേക്ക് ഇറങ്ങുന്ന ആശ്വാസകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് 6 കിലോമീറ്ററോളം ദൂരം അവർക്ക് വനത്തിൽ നടന്ന് വേണമായിരുന്നു പുറത്തേക്ക് എത്തേണ്ടത്. വഴിയിൽ ആനയെ കണ്ടപ്പോഴാണ് അവർ വഴി മാറി നടന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്നതിന് പകരം പുറകോട്ട് പോയി. അങ്ങനെയാണ് ഉൾവനത്തിലേക്ക് എത്തിപ്പെട്ടത്. ഹാൻസ് ചേരുന്നുണ്ട്. ഹാൻസ്, അവരോട് സംസാരിക്കുമ്പോൾ വളരെ ധൈര്യശാലികളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പാറുക്കുട്ടി എന്ന് പറയുന്ന ചേച്ചിയായിരുന്നു മറ്റു 2 പേരെ കൂടി നിയന്ത്രിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. അവർക്കാണ് വനം കൂടുതൽ അറിയാവുന്നുള്ളത് എന്ന് തോന്നുന്നു. ഏതായാലും അവർക്ക് ഈ ആനയൊക്കെ കണ്ട് മാറി നടക്കാനൊക്കെയുള്ളൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉള്ളവരാണ് ഈ 3 പേരും എന്ന് തന്നെയാണ് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, അല്ലേ? തീർച്ചയായും ലക്ഷ്മി, പാറുക്കുട്ടി ചേച്ചി നമ്മളോട് അതുപോലെ തന്നെ അവർക്ക് ഈ വനത്തെ പറ്റി നല്ല ധാരണയുള്ള ആളാണ്. ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടെ തന്നെ ഈ വനമേഖലയുമായി ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പാറുക്കുട്ടിയുടെ കൂടെ മറ്റുള്ള 2 പേരെയും കൂട്ടി ധൈര്യം പകർന്ന് അവർ വനത്തിനുള്ളിലേക്ക് പശുവിനെ തേടി യാത്രയായത്. പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മായയുടെ പശുവിനെ തേടിയായിരുന്നു പാറുക്കുട്ടിയും ഡാർലിയും ഇവർക്കൊപ്പം പോയത്. പ്രധാനമായും പാറുക്കുട്ടിയെ ആശ്രയിച്ച് തന്നെയാണെന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ വനമേഖലയെ പറ്റി കൃത്യമായ ധാരണയുണ്ട്. അതിന് പ്രകാരം പശുവിനെ അന്വേഷിച്ച് ഈ കാണുന്ന വഴികളിലൂടെ എല്ലാം പോകുകയും പിന്നീട് പശുക്കുട്ടി തിരിച്ചെത്തിയതായി അറിഞ്ഞ് തിരിച്ചു വരുന്ന ഏകദേശം ഒരു 1 കിലോമീറ്റർ താഴെ, ഏകദേശം 500-600 മീറ്റർ താഴെ വീടിനോടുള്ള സ്ഥലം വരെ അവരെത്തുകയും ചെയ്തിരുന്നു. പിന്നെ ആ സമയത്ത് വെച്ചാണ് ആനയുടെ സാന്നിധ്യം ഇവർ തിരിച്ചറിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് തിരിച്ചു പോരേണ്ടി വരുന്നു. കാരണം ഈ ഭാഗത്തെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള ആനശല്യമുണ്ട്. ആ ഒരു രീതിയിൽ 1-ൽ കൂടുതൽ ആനകൾ ഇവരുടെ മുന്നിൽപ്പെട്ടപ്പോൾ ജീവൻ രക്ഷാർത്ഥം ഇവർ തിരികെ നടക്കുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു ഇവർക്ക് വഴി തെറ്റുന്നത്. വനമേഖലയിൽ പാറയുടെ ഭാഗത്തായിട്ട് നേരത്തെ നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ അർക്കുമുത്തി ഭാഗത്ത് വെച്ച് ഇവർ അവിടെ സ്റ്റക്കാവുന്നു. ആ ഒരു പാറയെ ആശ്രയിച്ച് അവർ നിൽക്കുന്നു. ആ സമയത്തും ഇവർ പാറ ചുറ്റും ആനകൾ ഉണ്ടായിരുന്നതായി ഫോറസ്റ്റ്
ഉദ്യോഗസ്ഥരും പാറക്കുട്ടി ചേച്ചിയും നമ്മളോട് പറയുന്നുണ്ട്. ഏകദേശം 15ലധികം ആനകൾ ചുറ്റിനുമുണ്ടായിരുന്നു. ഈ ആന ചുറ്റിനുമുള്ളതിനാൽ ഭയത്താലാണ് അവർ ആ പാറയിൽ നിന്ന് ഇറങ്ങാതിരുന്നത്. ഏകദേശം നേരം വെളുത്താലോ അല്ലെങ്കിൽ ആനശല്യം ഒഴിവായതിനു ശേഷമോ തിരിച്ചെത്താൻ കഴിയുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. കാരണം പാറക്കുട്ടിക്ക് ചേച്ചി വനമേഖല അറിയാവുന്നത് കൊണ്ട് തന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ, പ്രകാശം വീണു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ആനശല്യമായിരുന്നു പ്രധാന കാരണം. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ വനം ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ്. അവർ ഈ തൊട്ടടുത്ത് തന്നെ വനം ഉദ്യോഗസ്ഥർ, ഈ മേഖല അറിയാവുന്നവർ അവരെ തെരഞ്ഞ് വൈകുന്നേരങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഇവിടെ ഏകദേശ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഇവർ പടക്കം പൊട്ടിച്ചും ഗുണ്ടെറിഞ്ഞും എല്ലാം ഇവർക്ക് സിഗ്നലുകൾ നൽകാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴെല്ലാം ഇവർ 3 പേരും ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. അർക്കുമുത്തി പാറയുടെ മുകളിൽ നിന്ന് ഇവർക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷെ ആരാണ് ഈ പ്രക്രിയകളിൽ ഏർപ്പെട്ടിരുന്നതെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം പാർക്കുട്ടി ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ വനം ഭയങ്കര നിബിഡമായിട്ടുള്ളൊരു വനമാണ്. അവിടെ മൊത്തം ഇരുട്ടായിരുന്നു. ആരാണ് നടന്നു വരുന്നതെന്നോ ആരാണ് പടക്കമെറിയുന്നോ ഒന്നും തന്നെ അവർക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ജീവൻ രക്ഷാർത്ഥം അവർ വീണ്ടും പാറയിൽ തന്നെ തുടരുകയായിരുന്നു. കാരണം വനമേഖലയിൽ നായാട്ടിനിറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സംഘങ്ങളുണ്ട്. ഇവർ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതാണോ എന്നുള്ള സംശയ മുഖാന്തരം അവർ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ആ ഒരു സംശയം മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണെങ്കിൽ തന്നെ 1/2 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നതായും നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് നേരം വെളുത്തതും പ്രകാശം വീണതോടെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇവർ തിരിച്ചറിഞ്ഞതും പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുമ്പോൾ ഇവർ അർക്കുമുത്തി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നിങ്ങൾ വരണ്ടാന്ന് വിളിച്ചു പറയണമെന്നുണ്ട്. പക്ഷെ ഫോണിൽ ചാർജും ഇല്ല. രാവിലെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയത്. വിളിച്ച് പറയണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഫോണിൽ ചാർജില്ലായിരുന്നു. ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. ഏത് സ്ഥലത്തായിരുന്നു നീ? ഞങ്ങൾ അർക്കമുത്തിയിൽ ആ തണ്ടയിൽ പോലെയുള്ള ഒരു കല്ലിലായിരുന്നു. ആ തണ്ടയിലല്ലേ? എനിക്കറിയാം. പക്ഷെ രാത്രി ഞാൻ എങ്ങനെയടി അന്വേഷിച്ചു വരണേ? എനിക്ക് സ്ഥലം അറിയായിരുന്നു. പക്ഷെ മടിപ്പാറക്കുത്തുവരെ വന്നതാന്നേ. മടിപ്പാറക്കുത്തുവരെ ഞങ്ങൾ വന്നതാ. ഞങ്ങള് ഈ കാട് മൊത്തം അരിച്ചു കിടന്നിട്ടുള്ള ആൾക്കാരാ. പക്ഷെ ഇവൾക്ക് ഇച്ചിരി ഞാൻ പറഞ്ഞു ലക്ഷ്മി, ഇപ്പോൾ പാറക്കുട്ടി ചേച്ചി സംസാരിച്ചതുപോലെ തന്നെ ഇപ്പോൾ പാറക്കുട്ടി ചേച്ചിയുടെ സുഹൃത്താണ് ഇപ്പോൾ സന്തോഷം പാറക്കുട്ടി ചേച്ചിയോട് പങ്കുവച്ചത്. കാരണം മണിക്കൂറുകൾ വൈകാരിക മുഹൂർത്തങ്ങളാണ്. ബന്ധുക്കളുടെ അടുത്തും നാട്ടുകാരുടെ അടുത്തേക്കും സുഹൃത്തുക്കളുടെ അടുത്തേക്കും ഒക്കെ അവർ മടങ്ങിയെത്തുകയാണ്. എന്തായാലും 3 സ്ത്രീകൾ കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ കാണാതായ 3 സ്ത്രീകളെയും സുരക്ഷിതരായി കണ്ടെത്താൻ കഴിയാനും അവർക്ക് സുരക്ഷിതരായി പുറത്തേക്കെത്താനും കഴിഞ്ഞു എന്നുള്ള ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മായ, പാറക്കുട്ടി, ഡാർലി എന്നിവരാണ് സുരക്ഷിതരായി ഇപ്പോൾ ആ നിബിഡ വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് എത്തുന്നത്. ആനയെ കണ്ടാണ് അവർ വഴിമാറി നടന്നത്. ഒരു രാത്രി മുഴുവൻ ഭയപ്പെട്ട് അവർ കഴിഞ്ഞു. അപ്പോഴും ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു, ആത്മധൈര്യമുണ്ടായിരുന്നു. അത് മുറുകെ പിടിച്ചാണ് അവർ 3 പേരും ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടിയത് നിബിഡ വനത്തിനുള്ളിൽ.